A client is brought to the emergency department after being hit by a car. The client has sustained a severe head injury and is unconscious. An emergency craniotomy is required. Regarding informed consent for the surgical procedure, which of the following is the best action? Options are: obtain a court order for the surgical procedure, ask the EMS team to sign the informed consent, transport the victim to the operation theatre for surgery, call the police to identify the client and locate the family. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ട്രാൻസ്പോർട്ട് ദ വിക്ടിം ടു ദ ഓപ്പറേറ്റിംഗ് റൂം ഫോർ സർജറി. ഇൻഫോംഡ് കൺസെൻറ്റ് ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇത്. അതായത് പേഷ്യൻ്റ് എമർജൻസിയാണ്, പേഷ്യൻറ്റിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അൺകോൺഷ്യസ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കോർട്ട് ഓർഡർ കൊണ്ടുവരിക, അല്ലെങ്കിൽ പേഷ്യൻ്റ് ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പേഷ്യൻ്റെ ഫാമിലിയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് സൈനിട്ട് സർജറിക്ക് നടത്തുക എന്നുള്ളത് ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇഞ്ചുറി, ഡെത്ത്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഇൻഫോംഡ് കൺസേൺഡ് എടുക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ പേഷ്യൻറ്റിനെ ഡയറക്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. A nurse employed in an emergency department is assigned to triage client coming to the emergency department for treatment. The nurse should assign highest priority to which of the following clients? Options: a client complaining of muscle ache, headache and malaise, a client who twisted her ankle when she felt while rollerblading, a client with a minor laceration on the index finger sustained while cutting an eggplant, a client with chest pain who states that she just ate pizza that was made with a very spicy sauce. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ലയൻറ്റ് വിത്ത് ചെസ്റ്റ് പെയിൻ. Triage involve classifying the clients according to their needs for care and includes establishing priority of care. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും സിവിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെ കണ്ടീഷൻസിലാണെന്ന് നോക്കാം. ക്ലയൻസ് വിത്ത് ട്രാമ, ചെസ്റ്റ് പെയിൻ, സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, കാർഡിയാക് അറസ്റ്റ്, ലിംബ് ആംപ്യൂട്ടേഷൻ, അക്യൂട്ട് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. ഈ കേസസിനെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എമർജൻസി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്പർ 1 പ്രയോറിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഓപ്ഷൻ ഡിക്ക് തന്നെയാണ്, എ ക്ലയൻറ്റ് വിത്ത് ചെസ്റ്റ് പെയിൻ. എ നേഴ്സ് ഹു വർക്ക്സ് ഇൻ ദ നൈറ്റ് ഷിഫ്റ്റ് enters the medication room and finds a co-worker with a tourniquet wrapped around the upper arm. The co-worker is about to insert a needle attached to a syringe containing a clear liquid into the antecubital area. The appropriate initial action by the nurse is which of the following? Options are: call the security, call the police, call the nursing supervisor, lock the co-worker in the medication room until help is obtained. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കോൾ ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഈ ക്വസ്റ്റ്യനിൽ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് നടക്കുകയാണെങ്കിൽ, വർക്ക് പ്ലേസിൽ നടക്കുകയാണെങ്കിൽ നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദ നേഴ്സ് ഹാസ് ടു ബി റിപ്പോർട്ടഡ് ടു ദ നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സൂപ്പർവൈസർ ആവശ്യമാണെങ്കിൽ നഴ്സിംഗ് ആൻഡ് അതർ അതോറിറ്റീസ് അല്ലെങ്കിൽ പോലീസിനെ ഒക്കെ ഇൻഫോം ചെയ്യാം. അതിനുശേഷം നെസസറി ആക്ഷൻ എടുക്കാം. ഇവർ നേഴ്സ് ചെയ്യേണ്ടത് നഴ്സിംഗ് സൂപ്പർവൈസറിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എ രജിസ്റ്റേർഡ് നഴ്സ് ഹാസ് റിസീവ്ഡ് ആൻ അസൈൻമെന്റ് ഫോർ ദ ഡേ ഷിഫ്റ്റ്. After making initial rounds and checking all the assigned client,
Which client will the registered nurse plan to care for first? Options are a client who is ambulatory, a client scheduled for physiotherapy at 1 p.m., a client with a fever who is diaphoretic and restless, a post-operative client who has just received pain medication. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എ ക്ലയന്റ് വിത്ത് ഫീവർ, ഡയാഫോറസിസ് ആൻഡ് റെസ്റ്റ്ലെസ്. മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒരു ആംബുലേറ്ററി പേഷ്യൻ്റ് അല്ലെങ്കിൽ 1 PM ഫിസിയോതെറാപ്പി ഉള്ള പേഷ്യൻറ്റിന് പ്രയോറിറ്റി കുറഞ്ഞ ലിസ്റ്റിൽ വരുന്നവരാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻറ്റിന് ജസ്റ്റ് പെയിൻ മെഡിക്കേഷൻ കൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് പ്രൊസീജിയർ ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. പെയിൻ മെഡിക്കേഷന് ആക്ഷൻ വരുന്നതിന് ശേഷം മാത്രമാണ് മറ്റ് പ്രൊസീജിയർ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഫീവർ പേഷ്യൻറ്റിന് അതുപോലെ തന്നെ ഡയഫോറസിസും റെസ്റ്റ്ലെസ്സും ആയിട്ടുള്ള പേഷ്യൻ്റാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. A nurse has made an error in the narrative documentation of an assessment finding of a client and obtains the client's record to correct the error. The nurse corrects this error by, options are documenting a late entry into the client's record, trying to erase the error for space to write it in the correct data, using whiteout to delete the error to write the correct data, drawing one line through the error, initializing and dating the line, and then documenting the correct information. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡ്രോയിങ് വൺ ലൈൻ ത്രൂ ദ ഇറർ, ഇനീഷ്യലൈസിങ് ആൻഡ് ഡേറ്റിംഗ് ദ ലൈൻ, ആൻഡ് ദെൻ ഡോക്യുമെൻറ്റിംഗ് ദ കറക്റ്റ് ഇൻഫർമേഷൻ. ക്ലയൻസ് റെക്കോർഡിൽ എന്തെങ്കിലും ഒരു ഇറർ വരുത്തുവാണെങ്കിൽ നമ്മളത് ഇറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വൈഡ്നർ ഇടാനോ ഒന്നും ശ്രമിക്കാൻ പാടില്ല. വി ഹാവ് ടു മേക്ക് എ സിംഗിൾ ലൈൻ ത്രൂ ദ ഇറർ, then we have to initialize and date the line, then the correct information has to be. A nurse is giving a bed bath to an assigned client. When a nursing assistant enters the client's room and tells the nurse that another assigned client is in pain and need pain medication, the appropriate nursing action is which of the following? Options are finish the bed bath and then administer pain medication to the other client. Ask the nursing assistant to find out when the last pain medication was given to the client. Ask the nursing assistant to tell the client in pain that medication will be administered as soon as bed bath is completed. Cover the client, raise the side rails, tell the client that you will return shortly and administer pain medication to the other client. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ബെഡ് ബാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റെ സൈഡ് റൈൽസ് റൈസ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യനോട് പറയണം ഈ പെയിൻ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ തിരിച്ചു വന്ന് ബെഡ് ബാത്തിൻ്റെ ബാക്കി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുക. അങ്ങനെ ബെഡ് ബാത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യാം. അതിനുശേഷം പെയിൻ മെഡിക്കേഷൻ മറ്റ് പെയിനുള്ള പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യാം. A nursing instructor delivers a lecture to nursing students regarding the issue of client's right and asks a nursing student to identify a situation that represents an example of invasion of client's privacy. Which of the following is identified by the student indicates an understanding of violation of client right? Options are performing a procedure without consent, threatening to give a client a medication, telling the client that she or he cannot leave the hospital, observing care provided to the client without client's permission. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻവേർഷൻ ഓഫ്
ക്ലയൻസ് പ്രൈവസിക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലയൻറ്റിന് ഒരു കെയർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത് ക്ലയൻറ്റിൻ്റെ പെർമിഷൻ കൂടാതെ കാണുക അല്ലെങ്കിൽ വിറ്റ്നസ് ചെയ്യുക എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ പ്രൈവസിക്ക് എഗനിസ്റ്റ് ആണ്. സോ ഇറ്റ് കംസ് അണ്ടർ ഇൻവേർഷൻ ഓഫ് ക്ലയൻറ്റ് പ്രൈവസി. A registered nurse is planning the client assignment for the day. Which of the following is the most appropriate assignment for the nursing assistant? Options are a client requiring colostomy irrigation, a client receiving continuous tube feeding, a client who requires urine specimen collections, a client with difficulty swallowing food and fluid. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എ ക്ലയൻറ്റ് ഹു റിക്വയർസ് യൂറിൻ സ്പെസിമെൻ കളക്ഷൻസ്. നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഈ ഒരു പ്രൊസീജിയറിൽ സ്കിൽഫുൾ ആയിരിക്കും. കൊളോസ്റ്റമി ഇറിഗേഷൻ അല്ലെങ്കിൽ ട്യൂബ് ഫീഡിങ്ങിലൊക്കെ ഒരു അൺലൈസൻസ്ഡ് പേഴ്സൺ പെർഫോം ചെയ്യാൻ പാടുള്ളതല്ല. അടുത്തത് ഡിഫിക്കൽട്ടി ഇൻ സ്വാളോവിങ് ഫുഡ്. ആ ഒരു ക്ലയൻറ്റിന് ദർ ഇസ് എ ചാൻസ് ഫോർ ആസ്പിരേറ്റിംഗ് ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്. അതുകൊണ്ട് ആ ഒരു ക്ലയൻറ്റിനെയും അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്രോപ്രിയേറ്റ് അല്ല. പക്ഷേ യൂറിൻ സ്പെസിമെൻ കളക്ഷൻ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റിന് ചെയ്യാവുന്ന ജോലിയാണ്. എ നഴ്സ് ഹിയേഴ്സ് എ ക്ലയൻറ്റ് കോളിംഗ് ഔട്ട് ഫോർ ഹെൽപ്പ്. വൈൽ റീച്ചിങ് ക്ലയൻറ്റ്സ് റൂം ദ ക്ലയൻറ്റ് lying on the floor. After performing initial care, the nurse completes an incident report. Which of the following should the nurse document on the incident report? Options are the client fell out of bed, the client climbed over the side rails, the client was found lying on the floor. The client became restless and tried to get out of bed. ഇവിടെ ഇൻസിഡൻറ്റ് റിപ്പോർട്ടിൽ നേഴ്സ് എങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ക്ലയൻറ്റ് വാസ് ഫൗണ്ട് ലൈയിങ് ഓൺ ദ ഫ്ലോർ. ദ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ എ ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ്, എനി ഇഞ്ചുറീസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദോസ് ഇൻവോൾവ് ആൻഡ് ദ ഔട്ട്കം ഓഫ് ദ സിറ്റുവേഷൻ. ഇവിടെ നേഴ്സ് ക്ലയൻറ്റിൻ്റെ റൂമിൽ ചെല്ലാൻ നേരത്ത് ദ ക്ലയൻറ്റ് വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. നേഴ്സ് എന്താണ് ഒബ്സർവ് ചെയ്തത് അതാണ് അവിടെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ ആ ഒരു ഇൻസിഡൻസ് കാരണം ക്ലയൻറ്റിന് സംഭവിച്ച ഇഞ്ചുറി അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് അതൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ പേഷ്യൻ്റെ നെയിം, ഏജ്, ഡയഗ്നോസിസ് ഇതൊക്കെ നമ്മൾ ഇൻസിഡൻറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മറ്റ് ഓപ്ഷൻസൊക്കെ ആ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എ നേഴ്സ് കോൾസ് ദ ഫിസിഷ്യൻ റിഗാർഡിംഗ് എ ന്യൂ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ because the dose prescribed is higher than the recommended dose. The nurse is unable to locate the physician and the medication is due to be administered. Which action should the nurse implement? Options are contact the nursing supervisor, administer the dose prescribed, hold the medication until the physician has been contacted, administer the recommended dose until the physician has been located. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കോണ്ടാക്ട് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഫിസിഷ്യൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ ആവശ്യമാണെങ്കിൽ നഴ്സ് ഹാസ് ടു കോണ്ടാക്ട് ദ ഫിസിഷ്യൻ. ഫിസിഷ്യനെ കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നഴ്സ് ഷുഡ് കോണ്ടാക്ട് ദ നഴ്സ് മാനേജർ അല്ലെങ്കിൽ നഴ്സ് സൂപ്പർവൈസർ ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻ.